പണിമുടക്ക് ദിവസം ജോലിക്ക് ഹാജരായ അജാനൂർ വില്ലേജ് ഓഫീസർ ജയലക്ഷ്മിയോട് ഓഫീസ് അടച്ചുപൂട്ടുവാൻ ആവശ്യപ്പെടുകയും പണിമുടക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തതായി പരാതിയുയർന്ന സംഭവത്തിൽ പ്രതിഷേധവുമായി കേരള NGO സംഘ് രംഗത്ത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് അധികൃതരോട് NGO സംഘ് യോഗം ആവശ്യപ്പെട്ടു. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. നാലപ്പാട് ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് കെവൽ ഹോസ്പിറ്റൽ, നുള്ളിപ്പടി, കാസർഗോഡ്. ഒരു വിഭാഗം സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് ദിവസം ജോലിക്ക് ഹാജരായ അജാനൂർ വില്ലേജ് ഓഫീസർ ജയലക്ഷ്മിയോട് ഓഫീസിൽ കയറിയ സമരാനുകൂലികളായ ജീവനക്കാർ ഓഫീസ് അടച്ചുപൂട്ടുവാൻ ആവശ്യപ്പെടുകയും പണിമുടക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തതായുള്ള പരാതിയാണ് ഉയർന്നത്. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി കേരള NGO സംഘ് നേതാക്കൾ അറിയിച്ചു. കുറ്റക്കാർക്കെതിരെ ശക്തമായ മേൽ നടപടി സ്വീകരിക്കണമെന്ന് അധികൃതരോട് യോഗം ആവശ്യപ്പെട്ടു. കയ്യൂക്കിൻ്റെ ബലത്തിൽ ജീവനക്കാരെ ഭയപ്പെടുത്തി ഇല്ലാതാക്കുവാൻ നോക്കിയാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുവാൻ സംഘടന നിർബന്ധിതരാവുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. ഈ സാഹചര്യം ഒഴിവാക്കുവാൻ ബന്ധപ്പെട്ടവർ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രതിഷേധ പ്രകടനവും നടത്തി. പണിമുടക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ ജോലിക്ക് ഹാജരാകാനുള്ള അവകാശവും ജീവനക്കാർ ആർജിച്ചിട്ടുണ്ട്. അങ്ങനെ CPM-ൻ്റെയോ അല്ലെങ്കിൽ ഇടതനുകൂലികളെയോ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കി സംഘടനാ പ്രവർത്തനവും സ്വാതന്ത്ര്യമൊക്കെ അടിയറ വെക്കാനുള്ളവരല്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാർ. അത്യന്തം ശക്തമായ ഭാഷയിൽ ജീവനക്കാരിയായ വില്ലേജ് ഓഫീസർ സമരത്തിൽ പങ്കെടുത്ത് ഭീഷണിപ്പെടുത്താമെന്നവരോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു സർക്കാരിനെ അവിടുത്തെ ജീവനക്കാരൻ്റെയും ഓഫീസിൻ്റെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ചുമതലയുണ്ട്. ജില്ലാ ഭരണകൂടത്തിന് കീഴിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളും സംരക്ഷണവും ഒരുക്കേണ്ട ഭരണകൂടത്തിൻ്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസർക്കാണ് ഈ ഗതി ഉണ്ടായിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് K, പീതാംബരൻ, സുനിൽ കുമാർ, രവി കൊട്ടോടി, സന്തോഷ് VK എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.